എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 122 മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. 3 triangles are to be cut along the diagonals to make triangles which are then rearranged to form a regular pentagon as shown below. അതായത് ഇവിടെ നമുക്ക് 3 ചതുരങ്ങൾ കാണാം അല്ലേ, 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഈ റെക്റ്റാങ്കിൾസ് ഈ മൂലോട് മൂലം ഇങ്ങനെ കട്ട് ചെയ്തു അല്ലേ. കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 ത്രികോണങ്ങൾ കിട്ടി. അപ്പൊ അത് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ട് സമപഞ്ചഭുജം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് ഈ 6 പീസും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു സമപഞ്ചഭുജം റെഗുലർ പെന്റഗൺ ഉണ്ടാക്കണം. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി സൈഡ്സ് ഓഫ് ദി പെന്റഗൺ മസ്റ്റ് ബി 30 സെന്റിമീറ്റർ. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെന്റഗണിന്റെ സൈഡുകൾ, ഈ പഞ്ചഭുജത്തിന്റെ സൈഡുകൾ എത്രയായിരിക്കണം? അതിന്റെ നീളം 30 സെന്റിമീറ്റർ ആയിരിക്കണം, 30 സെന്റിമീറ്റർ ആയിരിക്കണം അതിന്റെ നീളം. മനസ്സിലായില്ലേ? അതായത് ഈ ഓരോ വക്കുകളും എത്ര വെച്ചിട്ടുണ്ടായിരിക്കണം? 30 സെന്റിമീറ്റർ വെച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്ടാങ്കിൾസ്? അപ്പൊ ഇതേ രൂപത്തിലുള്ള ഒരു പഞ്ചഭുജം ഉണ്ടാക്കണമെങ്കിൽ ഈ 3 റെക്ടാങ്കിളിന്റെ നീളവും വീതിയും എത്രയായിരിക്കണം? ഇതാണ് ചോദ്യം. അപ്പൊ നീളവും വീതിയും എത്രയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതിന്റെ നീളം കിട്ടണം, ഇതിന്റെ വീതി കിട്ടണം അല്ലെ. അതുപോലെ ഇതിന്റെ നീളവും ഇതിന്റെ വീതിയും, പിന്നെ ഇത് തന്നെയാണ് ഇത് അല്ലെ, ഒരേ അളവ് തന്നെയാണ്. അപ്പൊ നമുക്ക് എത്ര അളവ് കണ്ടുപിടിക്കേണ്ടി വരും? 4 അളവുകൾ കണ്ടുപിടിക്കണം അല്ലെ. ഇതിന്റെ നീളം, ഇതിന്റെ വീതി, ഇതിന്റെ നീളം, ഇതിന്റെ വീതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഈ റെക്റ്റാങ്കിളിന്റെ ഏത് ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് നോക്കിയേ, ഇതിനെ 2 പീസാക്കിയിട്ടുണ്ട് അല്ലേ. 2 പീസാക്കി. ഇതിൽ നീളം കൂടി ഈ പീസ്, ഇതാണ് ഈ വലിയ പീസ് അല്ലേ. അപ്പൊ ഇതിങ്ങനെ വെച്ചു. പിന്നെയോ ഈ പീസ് ഇങ്ങനെ തിരിച്ചു വെച്ചു കൊടുത്തു അല്ലേ. അപ്പൊ ഈ 2 പീസും കൊണ്ടാണ് ഇത്രയും ഭാഗം, ഈ വലിയ ഈ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായി അല്ലേ? പിന്നെ നമുക്ക് നോക്കിയാൽ 1, 2, 3, 4 കഷ്ണങ്ങൾ വരുന്നുണ്ട്. ഇത് ഏതൊക്കെയാണ്? 1, 2, 3, 4 കഷ്ണങ്ങൾ അല്ലേ. അപ്പൊ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇതേ രൂപത്തിൽ വെച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ നീളം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഈ വശം അല്ലെ, ഇതിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെയോ ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ നോക്കിയാൽ, ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഇതാണ് പീസ് അല്ലേ. അപ്പൊ ഇതിന്റെ പകുതി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ വീതി കിട്ടി അല്ലെ. ഇതിന്റെ പകുതി ഇങ്ങനെ വെച്ചു. പിന്നത്തെ പകുതി ഏതാണ്? ഇത് തിരിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ പകുതി പറഞ്ഞാൽ ഇത് 30 ആണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? ഇതിന്റെ പകുതി 15 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇത് 15, ഇത് 15 അല്ലേ. അപ്പൊ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്. അപ്പൊ ഇവിടെ നമുക്ക് 15 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട 4 അളവുകളിൽ ഒരളവ് കിട്ടി, ഇതിന്റെ പകുതി 15 സെന്റിമീറ്റർ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നീളം കണ്ടുപിടിക്കണം. ഇതിന്റെ നീളം കിട്ടണമെങ്കിൽ ഇത് നമുക്ക് ഈ അളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ നീളം കിട്ടി അല്ലേ. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇപ്പോൾ ഈ കഷ്ണം എടുക്കാം. ഈ കഷ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം, ഇത് അല്ലേ. ഈ പീസാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇത് കർണം, അപ്പൊ ഇത് കർണം അല്ലേ. ഇത് ഹൈപ്പോട്ടനസ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെയോ ഈ നീളം കൂടിയ വശം അതേതാണ്? ഇതാണ് നീളം കൂടിയ വശം അല്ലേ. ഇതോ നീളം കുറഞ്ഞ വശം ഇങ്ങനെ തിരിച്ചു വെച്ചു. അതായത് നമുക്ക് ഇതിന്റെ ഈ ത്രികോണം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ നീളവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഈ 2 നീളവും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ നീളവും വീതിയായി അല്ലേ. അപ്പൊ നമുക്ക് ഏതൊക്കെ ഇനി കണ്ടുപിടിക്കാനുണ്ട്? ഈ സൈഡ് ഈ നീളം നമുക്ക് കിട്ടണം, പിന്നെയോ ഈ നീളം കിട്ടണം, ഈ നീളം കിട്ടണം. ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷയം കഴിഞ്ഞു. അപ്പൊ നമുക്കിത് കിട്ടാൻ എന്ത് വേണം? നാം ഇപ്പൊ സൈനും കോസും ടാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ, ഇത് മട്ടത്രികോണാണ്. അപ്പൊ ഇത് മട്ടത്രികോണം നമുക്ക് ഒരു സൈഡ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് സൈനോ കോസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടണം. അതേ രൂപത്തിൽ തന്നെ ഇവിടെ നോക്കിയേ, ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ആണ്, കാരണം ഈ ഭാഗമാണ് ഇവിടേക്ക് വരുന്നത് അല്ലേ. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഇവിടെയും നമുക്ക് ഇതിൽ ഏതെങ്കിലും ആംഗിൾ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു വശം നമുക്കറിയാം, അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി അറിയാത്ത സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഏതെങ്കിലും ആംഗിൾ കിട്ടുമോ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇത് റെഗുലർ പെന്റഗൺ ആണ് അല്ലേ. ഒരു പെന്റഗണിലെ ആകെ ആംഗിളുകളുടെ അളവ് എത്രയായിരിക്കും? നമുക്കറിയാം n-2 അല്ലേ. ഒരു പോളിഗണിന്റെ മൊത്തം ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം n-2 × 180. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുക അല്ലേ. ഇപ്പൊ ഇവിടെ എത്ര വശങ്ങൾ? n എന്ന് പറഞ്ഞാൽ എത്ര വശമുണ്ട് ഇവിടെ? 5 വശം. അതായത് 5 - 2 × 180. 5 × 2 എന്ന് വെച്ചാൽ 3 × 180. എത്ര കിട്ടും നമുക്ക്? 540. അപ്പോൾ ഇവിടെ ഒരു പെന്റഗണിന്റെ, അതായത് ഇപ്പോൾ റെഗുലർ പെന്റഗൺ ആണ്. അപ്പോൾ നമുക്കിവിടെ മൊത്തം ആംഗിൾ അല്ലെ, മൊത്തം ഈ കോണും ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 540 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് റെഗുലർ പെന്റഗൺ ആണ്. അതായത് സമപഞ്ചഭുജമാണെങ്കിൽ ഈ
ആംഗിളുകൾ 5 ആംഗിൾ ഈക്വലായിരിക്കില്ലേ, ഈക്വലായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ എത്ര വരും? ഒരു ആംഗിൾ കിട്ടാൻ നമുക്ക് 540/5 ഈക്വൽ ടു എത്ര വരും? 108 ഡിഗ്രി അല്ലേ, 108 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്നാണ് നാം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ആംഗിളുകൾ കിട്ടണം. ആംഗിൾ കിട്ടാൻ വേണ്ടി നമുക്ക് മൊത്തം ആംഗിൾ 540. അപ്പോൾ അതിൽ ഓരോ ആംഗിൾ എത്ര വെച്ചിട്ടുണ്ടായിരിക്കും? 108 വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ മൊത്തം 108 ആണല്ലോ അല്ലേ, 108 ആണ്. അപ്പോൾ അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 108ന്റെ പകുതി അല്ലേ, 54 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 54. കണ്ടോ, നമുക്ക് ആവശ്യമുള്ള ആംഗിളിലേക്ക് എത്താൻ പോണ്. അപ്പോൾ ഇവിടെ നമുക്ക് 54 എന്ന് കിട്ടി. ഇതും 54. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 54 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90 വരണം അല്ലേ. അപ്പോൾ 90ൽ നിന്ന് 54 കുറച്ച് ഞാൻ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 36 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് 36. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ഈ വശവും ഈ വശവും നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. എന്നാലാണ് നമ്മൾ പറഞ്ഞത് ഇത് രണ്ടും കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കിട്ടാൻ നമുക്ക് എന്ത് കിട്ടി? ഒരു സൈഡിൻ്റെ നീളം കിട്ടിയിട്ടുണ്ട്, ഇവിടെ 2 ആംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 2 ആംഗിൾ നമുക്ക് 2 വശവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇനി ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് മൊത്തം എത്ര ഉണ്ടായിരിക്കും? നാം നേരത്തെ പറഞ്ഞ പോലെ മൊത്തം 108 ഡിഗ്രി വേണം അല്ലേ, മൊത്തം 108 ഡിഗ്രി വേണം. അപ്പോൾ അതിൽ ഇത് 36 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 108ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 108 മൈനസ് 36, 72 ഡിഗ്രി അല്ലേ, 72 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 72. കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ ഈ ട്രയാങ്കിളിൽ നിന്ന് ഈ വശം കണ്ടുപിടിക്കാം, ഈ ട്രയാങ്കിളിൽ നിന്ന് ഈ വശവും കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ വിഷയം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ നീളം കണ്ടുപിടിക്കാം അല്ലേ. ഈ ട്രയാങ്കിളിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൻ്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ആദ്യം ഒരു പേര് കൊടുക്കാം. ഈ പെൻ്റഗണ് ABCDE അല്ലേ. ഇനി നമുക്ക് ആവശ്യം വരുന്ന 2 പോയിന്റുകൾ ഇവിടെ നമുക്ക് F എന്ന് കൊടുക്കാം, ഇവിടെ നമുക്ക് G എന്നും കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നോക്കിയേ, നമുക്ക് ഇതിൻ്റെ നീളം കിട്ടണം അല്ലേ. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. ഇത് 72 ഡിഗ്രി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇതിൻ്റെ അഡ്ജസ്റ്റന്റ് സൈഡ് സമീപവശം നമുക്കറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് സമീപവശം ഏതാണ്? ടാൻ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ടാൻ ഏതാണ്? 72. ടാൻ 72 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? DG അല്ലേ. അപ്പോൾ നമുക്ക് DG തന്നെ കൊടുക്കാം. DG ബൈ ഇതിൻ്റെ അഡ്ജസ്റ്റന്റ് സൈഡ് നമുക്ക് നീളം അറിയാം, 15 എന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് 15 തന്നെ കൊടുത്താൽ മതി, 15. ഇവിടെ നമ്മുടെ ടേബിളിൽ നമുക്ക് ടാൻ 72ന്റെ വാല്യൂ കിട്ടും. എത്രയാണ് ടാൻ 72? 3.077. ഇതാണ് ടാൻ 72 ഈക്വൽ ടു DG ബൈ 50. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? DG കണ്ടുപിടിക്കാം അല്ലേ. DG ഈക്വൽ ടു ക്രോസ് ചെയ്യണം അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 15 ഇൻറ്റു 3.077 കൊടുക്കുമ്പോൾ നമുക്ക് അത്ര കിട്ടിയെന്ന് നോക്കിയാൽ 46.17 എന്ന് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് DG കിട്ടി. DG എന്ന് പറയുന്ന നീളം കിട്ടി. അതായത് ഇതാണ് അല്ലേ, ഇതാണ് അതിൻ്റെ നീളം. അപ്പോൾ നമുക്ക് അത് എത്രയാണ്? 46.17. അപ്പോൾ ഇതിൻ്റെ കാര്യം കഴിഞ്ഞു. 46.17 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ നീളം നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ ഈ ട്രയാങ്കിളിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ആവശ്യമുള്ളത് ഈ വശം നമുക്കറിയാം അല്ലേ, ഇതുണ്ട്. അത് വെച്ച് നമുക്ക് ഈ വശവും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ വശം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 54 എടുക്കുക. 54ന്റെ ഇത് ഓപ്പോസിറ്റ് സൈഡാണിത്, ഈ കർണം അല്ലേ, ഹൈപ്പോട്ടനസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസ് എന്താണ്? സൈൻ അല്ലേ. അപ്പോൾ സൈൻ 54 സീക്രട്ട് എന്ത് വരും? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AF ബൈ ഹൈപ്പോട്ടനസ് അല്ലെ. കാരണം എത്രയാണ്? കാരണം നമുക്ക് 30 എന്ന് അറിയാമല്ലോ അല്ലേ, അതുകൊണ്ട് 30 തന്നെ എഴുതി. AF ബൈ 30. എത്രയാണ് സൈൻ 54ന്റെ വാല്യൂ? 0.8090. ഇതാണ് സൈൻ 54 ഈക്വൽ ടു AF ബൈ 30. അങ്ങനെയാണ് നമുക്ക് ഇതിനെ AF കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ ചെയ്ത പോലെ തന്നെ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ AF ഈസ് ഈക്വൽ ടു എന്ത് വരും? AF ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 0.8090. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബാഗ് ഒന്ന് ഗുണിച്ച് നോക്കാം എല്ലാവരും. 0 ഒഴിവാക്കിയിട്ട് ഗുണിക്കാൻ, പിന്നെ 0 ചേർത്ത് കൊടുത്താൽ മതി. എത്ര കിട്ടി?
24.27 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 24.27. അതായത് ഈ നീളം കിട്ടി അല്ലേ? ഈ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇത് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇതോ ഇതൊക്കെ രണ്ടും ഒരേ അളവ് തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ നീളം കിട്ടി 24.27 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വീതി കിട്ടണം അല്ലേ? വീതി എന്ന് പറഞ്ഞാൽ ഇതാണ് വീതി. 54 എടുക്കുകയാണെങ്കിൽ 54ൻ്റെ ഈ ഭാഗം എന്താണ്? അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് അല്ലേ? അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ കർണം, അതായത് സമീപവശം ബൈ കർണം, അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി ഇത് വെച്ച് ചെയ്യാലോ? 36 വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? 36ൻ്റെ സൈൻ അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കർണവും. അപ്പോൾ ഇതിൻ്റെ സൈൻ 36 വെച്ചാൽ നമുക്കിത് കാണാൻ പറ്റും, അല്ലെങ്കിൽ കോസ് 54 വെച്ച് നമുക്കിത് കാണാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ കോസ് വെക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് 54 എന്ത് വരും? ഇതിൻ്റെ കോസ് എന്ത് വരും? സമീപവശം ബൈ കർണം അല്ലേ? സമീപവശം എന്ന് പറഞ്ഞാൽ EF ബൈ കർണം. കർണം എത്രയാണ്? AE. അപ്പോൾ എയുടെ വാല്യൂ നമുക്കറിയാം 30 അല്ലേ? അപ്പോൾ നമുക്ക് 30 തന്നെ കൊടുത്തു, 30. ഇനി കോസ് 54 എത്രയാണ് വാല്യൂ? ഒന്ന് ടേബിളിൽ നോക്കി എല്ലാവരും. 0.5878 ഈക്വൽ ടു EF അല്ലേ? അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകേണ്ടത്. EF ബൈ 30. അങ്ങനെയാണെങ്കിൽ EF എന്ത് വരും? EF ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 0.5878. അപ്പോൾ എല്ലാവരും ഒന്ന് ഗുണിച്ച് നോക്കുക. 17.63. അതായത് ഈ വീതി നമുക്ക് കിട്ടി അല്ലേ? എത്രയാണ്? 17.63 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും അളവുകളുള്ള 3 ചതുരങ്ങൾ എടുത്ത് ഇതേപോലെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വശത്തിൻ്റെ നീളം 15 അല്ല 30 സെൻറ്റിമീറ്റർ വശങ്ങളുടെ നീളമുള്ള ഒരു എന്ത് കിട്ടും? റെഗുലർ പെൻറ്റഗൺ നമുക്ക് കിട്ടും. അപ്പോൾ അത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി പെർപെൻഡിക്കുലേഴ്സ് ഇൻ ദി പിക്ചർ ബിലോ ആർ ഷോൺ 1 സെൻറ്റിമീറ്റേഴ്സ് എപ്പാർട്ട്. അതായത് നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ കുറച്ച് വരകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് വരച്ചിട്ടുണ്ട്. അവ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പം ഇത് 1 സെൻറ്റിമീറ്റർ അല്ലേ? ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ, ഈ ഗ്യാപ്പും 1 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് ദയർ ഹൈറ്റ്സ് ആർ ഇൻ ദി അരിതമെറ്റിക് സീക്വൻസ്. അതായത് ഈ ഹൈറ്റുകൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം നമ്മൾ? അത് അരിതമെറ്റിക് സീക്വൻസിലാണ്, സമാന്തര ശ്രേണിയിലാണ് നാം പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? അതുപോലെ അതിൻ്റെ കോമൺ ഡിഫറൻസും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 10 കഴിഞ്ഞാൽ 50, 20, 25 അല്ലേ? അപ്പോൾ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാദത്തോടുകൂടി ഒരു കൃത്യമായ ഒരു സംഖ്യ തന്നെയാണ് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയുക? അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയും അല്ലേ? അപ്പോൾ ആ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ആ സംഖ്യയാണ് നമ്മൾ എന്ത് പറയുക? കോമൺ ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ കൂടെ ഈ ലെങ്ത്തിൻ്റെ കൂടെ കൃത്യമായ ഒരു സംഖ്യ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടണം. അതേ സംഖ്യ തന്നെ ഇതിൻ്റെ കൂടെ ആഡ് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതേ സംഖ്യ തന്നെ ഈ ലെങ്ത്തിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഇത് കിട്ടും അല്ലേ? ഇതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് വേണം ഇതിൻ്റെ നീളങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? എത്രയാണ് ഇതിൻ്റെയൊക്കെ നീളങ്ങൾ? ഈ പെർപെൻഡിക്കുലേഴ്സിൻ്റെ നീളങ്ങൾ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് എളുപ്പത്തിന് ഒരു പണി ചെയ്യാം. ഇതിനൊരു പേര് കൊടുക്കും. പെർപെൻഡിക്കുലേഴ്സിന് ഇതിന് AB എന്ന് കൊടുത്തു, ഇതിന് ABCD എന്ന് കൊടുത്തു, ഇത് CDEF എന്ന് കൊടുത്തു, ഇതിന് നമുക്ക് GH എന്ന് കൊടുത്തു. ഈ പെർപെൻഡിക്കുലേഴ്സിന് ഓരോ പേരുകൾ നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഒരു O എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും നീളങ്ങളൊന്ന് കണക്കാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ABയുടെ നീളം കണ്ടുപിടിക്കാൻ പോകുന്നത് AB അല്ലേ? അപ്പോൾ ABയുടെ നീളം കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ABO എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ ABO എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നീളം കിട്ടണം അല്ലേ? AB കിട്ടണം. അതിൻ്റെ നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്, ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് അല്ലേ? സമീപവശമാണിത്. അപ്പോൾ ഇത് രണ്ടും പേര് എന്താണ്? ടാൻ അല്ലേ? ഓപ്പോസിറ്റ് സൈഡും സമീപവശം. അപ്പോൾ നമുക്ക് ടാൻ. അപ്പോൾ ഇവിടെ ടാൻ 40 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? AB ബൈ OB, എതിർവശം ബൈ സമീപവശം. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ OB എന്നുള്ള നീളത്തെ നമുക്ക് X ആണെന്ന് കൊടുക്കാം. ഈ നീളം X ആണ്.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ ബിയുടെ നീളം കണ്ടുപിടിക്കാൻ പോണ്. എ ബി സീക്വൽ എന്ത് വരും? ക്രോസ് അല്ലേ, ടാൻ 40 ഇൻറ്റു ഒ ബി അല്ലേ, ഇൻറ്റു ഒ ബിക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു, ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എ ബിയുടെ നീളം കിട്ടി. ഇനി നമുക്ക് ഏതാണ് സി ഡിയുടെ നീളം കണ്ടുപിടിക്കാം. അപ്പോൾ സി ഡിയുടെ നീളം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം അല്ലേ, സി ഡി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ സി ഡി ഒ, ഈ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ടാൻ 40 എന്ത് വരും? ടാൻ 40 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സി ഡി ഒ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സി ഡി ബൈ ഒ ബി, സി ഡി ബൈ സമീപവശം ഒ ഡി. അതായത് സി ഡി അല്ലെ, സി ഡി ബൈ ഒ ഡി. ഒ ഡി എന്ന് പറയുന്ന നീളം എത്ര വരും? ഇവിടെ നിന്ന് ഇവിടം വരും എക്സ് ഉണ്ട്, ഇവിടെ നിന്ന് ഇവിടം വരും 1 ഉണ്ട് അല്ലേ. അപ്പോൾ എക്സും ഒന്നും കൂടി കൂട്ടിയാലേ നമുക്ക് ഒ ഡി എന്ന് പറയുന്ന നീളമാവുള്ളൂ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 1, അങ്ങനെയാണ് നമുക്ക് സി ഡി എങ്ങനെ കിട്ടും? സി ഡി ഈസ് ഈക്വൽ ടു, സി ഡിയുടെ നീളം എന്ത് വരും? ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യണം അല്ലേ, ടാൻ 40 ഇൻറ്റു എന്ത് വരും? എക്സ് പ്ലസ് 1 അല്ലേ, ക്രോസ് ചെയ്ത് നമ്മൾ ഗുണിച്ചു. അപ്പോൾ ഇതാണ് സി ഡിയുടെ നീളം. ഇനി നമുക്ക് ഇ എഫ് കിട്ടണം അല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിൾ എടുക്കണം. അതായത് ഇ എഫ് ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ഇ എഫ് ഒ, ഇതിൽ 40 ഡിഗ്രി, ടാൻ 40 എന്ത് വരും? ടാൻ 40. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇ എഫ് ബൈ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഒ എഫ് ഈക്വൽ ടു ഇ എഫ് ബൈ ഒ എഫ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നീളം വരും നോക്കിയാൽ, ഒ എഫ് എക്സ് വരും, പിന്നെ ഒരു 1 ഉണ്ട്, വീണ്ടും 1 ഉണ്ട് അല്ലേ. അപ്പോൾ എക്സിൻ്റെ കൂടെ 2 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ നീളം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എക്സ് പ്ലസ് 2. ഇ എഫിൻ്റെ നീളം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇ എഫ് എന്ത് കിട്ടും? ഇ എഫ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഇവർ നമ്മൾ ക്രോസ് ചെയ്യണം അല്ലേ. അപ്പോൾ ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 2 ക്രോസ് ചെയ്യണം, എക്സ് പ്ലസ് 2. ഇതാണ് ഏതിൻ്റെ നീളം? ഇ എഫിൻ്റെ നീളം. ഇനി നമുക്ക് അടുത്ത് നോക്കാം ജി എച്ച് അല്ലേ. ഇതിൻ്റെ നീളം കിട്ടാൻ ഈ ട്രയാങ്കിൾ പരിഗണിക്കുക. അത് ജി എച്ച് ഒ എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ ജി എച്ച് ഒ, അപ്പോൾ അതിൽ ടാൻ 40 എന്ന് പറയുന്നത് എന്ത് വരും? ടാൻ 40 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ജി എച്ച് ബൈ ഇതിൻ്റെ സമീപവശം അല്ലേ. അപ്പോൾ ഒ എച്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? എക്സിൻ്റെ കൂടെ 1, 2, 3 അല്ലേ. അപ്പോൾ എക്സിൻ്റെ കൂടെ 3 കൂട്ടണം. അപ്പോൾ ജി എച്ച് ബൈ എക്സ് പ്ലസ് 3, എക്സിൻ്റെ കൂടെ 3 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി എച്ചിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത് അല്ലേ, ജി എച്ചിൻ്റെ നീളം കിട്ടണം. അപ്പോൾ ജി എച്ച് എന്ത് വരും? ജി എച്ച് ഈസിക്കൽ ക്രോസ് ചെയ്യാം, ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 3. അപ്പോൾ ഇതിലുള്ള 3 പെർപെൻഡിക്കുലേഴ്സിൻ്റെയും നീളം നമുക്ക് കിട്ടി അല്ലേ. ആദ്യത്തെ എത്രയാണ്? ആദ്യത്തെ ടാൻ 40 ഇൻറ്റു എക്സ്, അടുത്തതോ ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 1, അടുത്തതോ ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 2, അടുത്തതോ ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 3. അപ്പോൾ ഇനി നമുക്ക് ഇവ സമാന്തര ശ്രേണിയിലാണോ, അതായത് അരിതമെറ്റിക് സീക്വൻസിലാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അതായത് ഇതിൻ്റെ നീളങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം, ഈ ഹൈറ്റുകളൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ഹൈറ്റ് ഏതാണ്? ടാൻ 40 ഇൻറ്റു എക്സ്. ടാൻ 40 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ടാൻ 40 അല്ലേ. അപ്പോൾ ആദ്യത്തെ നമുക്ക് എക്സ് ഇൻറ്റു ടാൻ 40, ആദ്യത്തെ പെർപെൻഡിക്കുലർ നീളം കിട്ടി. ഓക്കെ, ഇനി അടുത്ത പെർപെൻഡിക്കുലർ നീളം എന്ത് വരും നോക്കിയാൽ? ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ ഓരോന്നിനെയും നമുക്ക് ടാൻ 40 കൊണ്ട് ഗുണിക്കേണ്ടി വരും അല്ലേ. എങ്ങനെ ഗുണിക്കണം? അപ്പോൾ എന്ത് കിട്ടും? ടാൻ 40 ഇൻറ്റു എക്സ് എന്താണ്? എക്സ് ഇൻറ്റു ടാൻ 40, എക്സ് ഇൻറ്റു ടാൻ 40 കഴിഞ്ഞിട്ടില്ല, പ്ലസ് ടാൻ 40 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ടാൻ 40 അല്ലേ. ഇതാണ് രണ്ടാമത്തെ പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ്. ഇനി മൂന്നാമത്തെ ഹൈറ്റ് നോക്കിയാൽ ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വേണം? ആദ്യം ടാൻ 40 കൊണ്ട് എക്സിനെ ഗുണിക്കണം, പിന്നെ ടാൻ 40 കൊണ്ട് 2നെ ഗുണിക്കണം അല്ലേ. അപ്പോൾ ടാൻ 40 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ടാൻ 40, എക്സ് ടാൻ 40.
ഓക്കെ, ഇനി എന്ത് വേണം? കഴിഞ്ഞിട്ടില്ല. എക്സ് ടാൻ 40 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലോ 2 ടാൻ 40 അല്ലേ, പ്ലസ് 2 ടാൻ 40. ഓക്കെ, അപ്പോൾ അതിൻ്റെ നീളം കഴിഞ്ഞു. ഇനി നാലാമത്തെ നീളം എന്താ കിട്ടുമെന്ന് നോക്കിയാൽ ടാൻ 40 ഇൻറ്റു എക്സ് പ്ലസ് 3 അല്ലേ. അപ്പോൾ ടാൻ 40 കൊണ്ട് ആദ്യം നമുക്ക് എക്സിനെ ഗുണിക്കാം. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു ടാൻ 40 പ്ലസ് പിന്നെ ഇത് വരും ടാൻ 40 ഇൻറ്റു 3 അല്ലേ. അപ്പോൾ 3 ടാൻ 40, 3 ഇൻറ്റു ടാൻ 40. ഇനി ഇത് സമാന്തര ശ്രേണിയിലാണെന്ന് ഒന്ന് നോക്കിയേ. ആദ്യത്തെ പദം അല്ലേ എക്സ് ഇൻറ്റു ടാൻ 40. ഓക്കെ, ഇനി അടുത്ത പദം നോക്കിയാൽ എക്സ് ഇൻറ്റു ടാൻ 40 പ്ലസ് ടാൻ 40 അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു ടാൻ 40യുടെ കൂടെ എന്ത് കൂട്ടി? ടാൻ 40 ഇതിൽ കൂട്ടി അല്ലേ, ഇത് ആഡ് ചെയ്തു. ഇനി അടുത്ത നോക്കിയാൽ എക്സ് ഇൻറ്റു ടാൻ 40 2 ടാൻ 40 അല്ലേ, 2 പ്രാവശ്യം ടാൻ 40 ആഡ് ചെയ്തു, 2 ടാൻ 40. അപ്പോൾ ഈ ആദ്യത്തെ പദത്തിന്റെ കൂടെ എന്ത് ചെയ്തു? 2 പ്രാവശ്യം ആഡ് ചെയ്തു. ഇനി അടുത്തതിന്റെ ലെങ്ത് നോക്കിയാൽ എക്സ് ഇൻറ്റു ടാൻ 40 അല്ലെ ആദ്യത്തത്, അതിന്റെ കൂടെ 3 ടാൻ 40, അതായത് ടാൻ 40 3 പ്രാവശ്യം ആഡ് ചെയ്തു അല്ലെ. അതായത് ടാൻ 40 ഓരോ പ്രാവശ്യവും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെ, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അതിന്റെ കോമൺ ഡിഫറൻസ് ഇത് വരും. ഏതാണ് ഈ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ടാൻ 40 അല്ലെ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അതായത് പൊതു വ്യത്യാസം ഇത് എഴുതാം, ടാൻ 40. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് എ റെഗുലർ പെൻഡഗൺ ഓഫ് സൈഡ്സ് 10 സെന്റിമീറ്റർ. അതായത് വശത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? 10 സെന്റിമീറ്റർ ആയ ഒരു സമപഞ്ചഭുജം വരയ്ക്കണം. അതിന്റെ പരപ്പളവ് അതായത് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഞാനിവിടെ നോക്കിയ ഒരു സമപഞ്ചഭുജം വരച്ചു. ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു സമപഞ്ചഭുജം അതിന്റെ ഈ 5 മൂലകളും ഇതിന്റെ ഈ കേന്ദ്രവുമായിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ത്രികോണങ്ങൾ കിട്ടും? 5 ത്രികോണങ്ങൾ കിട്ടും അല്ലേ. ഈ 5 ത്രികോണങ്ങളും എന്താണ്? തുല്യ ത്രികോണങ്ങൾ അല്ലേ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ, പരപ്പളവ് കണ്ടുപിടിക്കണം, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 ത്രികോണങ്ങളുടെ ഏരിയ കിട്ടും. അതായത് ഇതിന്റെ മൊത്തം ഏരിയ കിട്ടും അല്ലെ. ഇവിടെ ഒരു വശത്തിന് നീളം 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 സെന്റിമീറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ, പരപ്പളവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലെ, ഹാഫ് ബി എച്ച്. അപ്പോൾ ഇവിടെ ബേസ് എത്രയാണെന്ന് കിട്ടി നമുക്ക്? ബേസ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എച്ച് കിട്ടണം അല്ലേ. ഈ എച്ച് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടി? ഇതിന്റെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എച്ച് നമ്മളിവിടെ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ് അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് എച്ച്. ഇത് 90 ഡിഗ്രി. ഇനി ഇത് എത്രയായിരിക്കും? നാം ഇപ്പൊ മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞു, ഇവിടെ നമുക്കറിയാം ഓരോ ആംഗിൾ എത്ര വെച്ചിട്ടുണ്ടായിരിക്കും? 108 ഡിഗ്രി അല്ലേ. 108 ഡിഗ്രി നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? അതിന്റെ പകുതി അല്ല, 108ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 54 ഡിഗ്രി. മനസ്സിലായില്ലേ? 108 ആണ് ഓരോ ആംഗിളുകളും. അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 54 എന്ന് കിട്ടി. അപ്പൊ ഈ ആംഗിളും 54, ഈ ആംഗിളും 54. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ മട്ടത്രികോണത്തിലെ ഇത് 54 എന്നാണെന്ന് കിട്ടി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് എത്രയായിരിക്കും? ഇത് മൊത്തം 10 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 5 അല്ലെ, അതിന്റെ പകുതി 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എച്ച് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന്റെ 54 ഡിഗ്രിയുടെ ഇതെന്താണ്? അഡ്ജസ്റ്റന്റ് സൈഡ്. ഇതെന്താണ്? ഇത് ഓപ്പോസിറ്റ് സൈഡ് അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടാൻ. അപ്പൊ ടാൻ 54 ഈസ് ഈക്വൽ എന്ത് പറയും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. എച്ച് ഓപ്പോസിറ്റ് സൈഡ് എച്ച് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് 5. ഇനി നമ്മുടെ ടേബിളിൽ നിന്ന് ടാൻ 54ന്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കുക. എത്രയാണ്? 1.3764 അല്ലേ, ഈക്വൽ ടു എച്ച് ബൈ 5. അങ്ങനെയാണ് നമുക്ക് എച്ച് കണ്ടുപിടിക്കാമല്ലോ. എച്ച് ഈസ് ഈക്വൽ ടു തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലേ. 1.3765 64 ഇൻറ്റു എത്ര വരും? 5. നമുക്ക് എത്ര കിട്ടി? എല്ലാവരും ഒന്ന് ഗുണിച്ച് നോക്കാം. നമുക്ക് 6 പോയിന്റ് ഗുണിച്ച് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ സമയമില്ല. 6.882 എന്ന് കിട്ടും അല്ലേ. 6.882 ഇതാണ് എച്ച്.
അപ്പോൾ നമുക്ക് എച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഈ ത്രികോണത്തിൻ്റെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പണിയാം, ഒരു പേര് കൊടുക്കാം, ABC എന്ന് കൊടുക്കാം. ABC എന്ന് കൊടുത്തു പേര്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, ത്രികോണം ABC-യുടെ പരപ്പളവ് എന്ത് വരും? ഹാഫ് ഇൻറ്റു ബി, ബേസ് നമുക്ക് കിട്ടി 10, ഇതെഴുതരുത്, 5 എഴുതരുത്, 10 ഇൻറ്റു ഹൈറ്റ് നമുക്ക് കിട്ടി എത്രയാണ്? 6.882 സീക്വൽ ടു എന്ത് വരും നോക്കിയാൽ 2 നമുക്ക് 6 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 3.8 4 പ്രാവശ്യം, അടുത്ത 8 4 പ്രാവശ്യം, അടുത്ത 2 1 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 ഇൻറ്റു 3.441 അല്ലേ? അപ്പോൾ ഇനി 10 കൊണ്ട് ഗുണിക്കണ്ടേ? അതായത് 10 ഇൻറ്റു 3.4441 കിട്ടി അല്ലേ? അപ്പോൾ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം, അതായത് 34.41 അത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതെന്താണ് കിട്ടിയത്? നമുക്ക് ത്രികോണത്തിൻ്റെ ഏരിയ കിട്ടിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഈ പെൻറ്റഗണിൻ്റെ ഏരിയ കിട്ടണം, നാം എന്ത് ചെയ്യണം? ഇതിന് 5 ത്രികോണങ്ങളില്ലേ, 5 കൊണ്ട് ഗുണിക്കണം. ഏരിയ ഓഫ് റെഗുലർ പെൻറ്റഗൺ അതായത് സമ പഞ്ചഭുജത്തിൻ്റെ പരപ്പളവ് ഇസിക്കൽ എന്ത് വേണം? 5 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 34.41 ഇൻറ്റു 5 5 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എത്ര കിട്ടും? 172.05 കിട്ടും അല്ലേ? 172.05. അപ്പോൾ നമുക്ക് തൽക്കാലം 172 എന്ന് എഴുതാൻ മതി. 172 സ്ക്വയർ സെൻറ്റിമീറ്റർ.